വ്യാജ വീഡിയോ പ്രചാരണത്തിനെതിരെ ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥി AM ആരിഫ് ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി കൈമാറി. കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജ് വഴിയും വ്യാജ പ്രചാരണം നടക്കുന്നു എന്നാണ് ആരോപണം. വ്യാജ വീഡിയോ കോൺഗ്രസും BJPയും കൂടെ മത്സരിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാന്ന് വെച്ചാൽ പിടിക്കും. ഏതായാലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മീഡിയ വഴിയും പ്രചരിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ നെറികെട്ട രാഷ്ട്രീയ പ്രചരണമാണ്. വൃത്തികെട്ട പ്രചരണ രീതികളാണ് ഇതുവരെ നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. പരാതി കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കും. ഓരോ സ്ഥലത്ത് അവർ ഓരോ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ദേശീയ തലത്തിലൊരു പാർട്ടി പലതരത്തിൽ പല തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു ഒരു പ്രാദേശിക പാർട്ടിയെയല്ല, ഒരു രാഷ്ട്രീയമായ എല്ലാ നെറികേടുകളുടെയും ഒരു ഉറവിടമായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഏത് രൂപത്തിലുള്ള വ്യാജ പ്രചാരണം നടക്കുന്നു എന്നാണ് ആരിഫ് പറയുന്നത്? എന്താണ് ആരിഫ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്? വേണുഗോപാലകൃഷ്ണൻ 5 കൊല്ലം മുൻപുള്ള ഒരു വീഡിയോയാണ്. ആ വീഡിയോ അത് കൊല്ലം ഇരവിപുരം MLA M നൌഷാദ് എന്ന തരത്തിൽ നേരത്തെ പ്രചരിച്ചിരുന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോ ആണ് ഇപ്പോൾ AM ആരിഫ് എന്ന തരത്തിൽ, അതായത് കാറിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് നാട്ടുകാരും സ്ത്രീകളും ഒക്കെ ചേർന്ന് അവിടെ വഴക്കുണ്ടാക്കി അതിനിടയിൽ പെട്ടെന്ന് ഒരു പൊതുപ്രവർത്തകൻ കാറിൽ കയറി പോകുന്ന ഒരു വീഡിയോയാണ്. അത് AM ആരിഫാണ്. അത് കടലേറ്റ സമയത്ത് ഒരു തീരദേശ സ്ഥലത്തെത്തി അവിടെ വെച്ച് നാട്ടുകാർ അദ്ദേഹത്തെ ഓടിച്ചു വിടുന്നതാണ് തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഒക്കെ തന്നെ വന്നിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനും ആലപ്പുഴ ജില്ലാ കളക്ടർക്കും പരാതി കൈമാറിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് AM ആരിഫ് പറയുന്നത് ഇനിയും പരാതി കൊടുക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി കൊടുക്കും. നേരത്തെ തൃക്കാക്കരയിൽ മത്സരിച്ച LDF സ്ഥാനാർത്ഥി ജോ ജോസഫിനെതിരെ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തിയിരുന്നു. അന്ന് പിടിയിലായത് കോൺഗ്രസ് നേതാവായിരുന്നു. അത്തരത്തിൽ തനിക്കെതിരെ പ്രചരണം നടത്തുന്നതിൽ BJPയും കോൺഗ്രസും മത്സരിക്കുകയാണ്. ഇത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജ് വഴി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. നെറികെട്ട പ്രചരണമാണ് കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്, പരാതിയാണ് AM ആരിഫിനുള്ളത്. നേരത്തെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് ചില ഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ട് അത് വ്യാജ രീതിയിൽ വ്യാജ പ്രചരണം നടത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഇന്നലെ അദ്ദേഹം പരാതി കൈമാറിയിട്ടുണ്ട്. ഇനിയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ് വ്യക്തമാക്കുന്നത്. വ്യാജ പ്രചാരണത്തിനെതിരെ പരാതി നൽകി AM ആരിഫ്. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.